നമ്മൾ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മളെന്തോ മറ്റേ ഗോലിയാത്തും മറ്റേ കുള്ളന്മാരുടെ കഥകൾ പറഞ്ഞ പോലെ നമ്മൾ 3-4 പേര് മാത്രമേ വളരെ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരുള്ളൂ. അവിടുത്തെ ആൾക്കാരൊക്കെ എനിക്ക് ഒരു 6-7 അടിയാണ് അവരുടെ നോർമൽ ഹൈറ്റ് എന്ന് തോന്നുന്നു. എയറോസ്റ്റസ് നിൽക്കുമ്പോൾ ഏകദേശം അതിന്റെ എയറോസ്റ്റസ് തല മറ്റേ ഫ്ലൈറ്റിന്റെ മേളിൽ മുട്ടുന്ന പോലെ ഇവിടെ അവതാർ സിനിമയ്ക്ക് കാണുന്നില്ലേ, ഏകദേശം ആ ഫീലിംഗിലായിരുന്നു. എല്ലാവരും ഭയങ്കര ഹൈറ്റ്, എല്ലാവരും പലരും പേരെ കാണാൻ പറ്റിയില്ലേ നമുക്ക്. കൊച്ചു ഫ്ലൈറ്റ് ആണ് കേട്ടോ, അതായത് ഒരു 80 പേരൊക്കെ ഉള്ള ഒരു കൊച്ചു ഫ്ലൈറ്റ് ആണ്. ഫിൻലാൻഡിലേക്ക് എത്തി എയർപോർട്ടിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ അവിടെ തന്നെ ഭക്ഷണം കഴിച്ചു. നല്ല ഭക്ഷണമാണ്. അവിടെ യൂറോ തന്നെയാണ് കറൻസി. കണ്ട ബസ്സിന്റെ അവിടേക്ക് പോയി അതിന്റെ മുമ്പിൽ തന്നെ ടിക്കറ്റ് കട ഓപ്പൺ ഉണ്ട്. നമ്മളെല്ലാം ഗൂഗിൾ മാപ്പ് നോക്കി കഴിഞ്ഞാൽ ഈ ലോകത്ത് എല്ലായിടത്തേക്ക് എത്താൻ പറ്റുന്ന മനസ്സിലായി. എസ്പെഷ്യലി കാരണം ഗൂഗിൾ മാപ്പിൽ എല്ലാ ഇത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക, ബസ് നമ്പർ 5 നോക്കുക, അതിലേക്ക് കയറുക, അതിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ സ്റ്റേഷനിൽ ഇറങ്ങുക, നല്ല ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നും പേടിക്കേണ്ട കാര്യങ്ങളില്ല, അത്രയും സേഫ് ആയിട്ട് രാജ്യങ്ങളാണ്. ബസ് വന്നു. ഫിൻലാൻഡ് എത്തിയപ്പോൾ തമാശ കളി മാറി. തണുപ്പ് എന്താണെന്ന് മനസ്സിലായി. അതായത് നമ്മള് +9-ലും +10-ലും നിന്നിരുന്ന ആൾക്കാര് -1-ലേക്ക് എത്തിയപ്പോ ഗ്ലൗസ് ഒക്കെ അന്വേഷിച്ചു തുടങ്ങില്ല. ഗ്ലൗസ് ജാക്കറ്റ് എന്ന് പറഞ്ഞ ആൾക്കാര് ഗ്ലൗസ് വന്നു. അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു. നമ്മുടെ ഹുഡീസ് ഒക്കെ ഇട്ട് നമ്മൾ ഫുൾ ടൈറ്റ് ആക്കി. അപ്പം ഫിൻലാൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്കാൻഡിനേവിയൻ കൺട്രിയാണ്. തണുപ്പ് വളരെയധികം രാജ്യമാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ കിടക്കുന്ന രാജ്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറോറ എന്നൊക്കെ വരും, മറ്റേ ഹൊറൈസണിൽ വരുന്ന പച്ച കളറിൽ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന അതൊക്കെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്.